മലയാളനാട് വെബ് ജേണലിന്റെ കാർണിവൽ കവിതാ പുരസ്കാരത്തിന് പി രാമചന്ദ്രന്റെ കവിതകൾ എന്ന സമാഹാരം അർഹമായി. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ പ്രസിദ്ധീകരിച്ച കാവ്യ സമാഹാരങ്ങളിൽ നിന്നാണ് പുസ്തകം തിരഞ്ഞെടുത്തത്. എഴുത്തുകാരിൽ നിന്നും കവിതാ വായനക്കാരിൽ നിന്നും സ്വീകരിച്ച നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തി 7 അംഗ ജൂറിയാണ് പി രാമചന്ദ്രന്റെ കൃതി തിരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 28 കൊല്ലമായി തുടർന്നു വരുന്ന സാമൂഹ്യ മാറ്റങ്ങളെയും പരിണാമങ്ങളെയും അടയാളപ്പെടുത്തുന്നതാണ് പി രാമചന്ദ്രന്റെ കവിതകളെന്ന് ജൂറി വിലയിരുത്തി. കെ.സി. നാരായണൻ, ഡോക്ടർ എൻ അജയകുമാർ, വി കെ സുബൈദ, ഡോക്ടർ കെ വി സജയ്, ഡോക്ടർ പി പ്രകാശൻ, ഡോക്ടർ MC അബ്ദുൽ നാസർ, ഡോക്ടർ KM അനിൽ എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ പട്ടാമ്പിയിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്ന് കാർണിവൽ ഡയറക്ടർ HK സന്തോഷ്, ജനറൽ കൺവീനർ MR അനിൽകുമാർ, ഡോക്ടർ ഷൂബ, ചീഫ് എഡിറ്റർ PL ലതിക എന്നിവർ അറിയിച്ചു. അപ്പോൾ ഈ കവിതയുടെ കാർണിവൽ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ലിറ്റററി ഫെസ്റ്റിവലുകളിൽ ഒന്നാണ്. കോഴിക്കോട് നടത്തുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലും കവിതയുടെ കാർണിവലുമാണ് 2016 കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ചത്. ഇപ്പോഴത്തെ കേരളത്തിലുടനീളം ഇത്തരം ലിറ്റററി ഫെസ്റ്റിവലുകളുണ്ട്. പക്ഷേ ഇത്രയും ദീർഘകാലം, ഇത് 9ാമത്തെ എഡിഷനാണ് ഈ കവിതയുടെ കാർണിവൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നൊരു ക്യാമ്പസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. പിന്നെ ഇന്ത്യയിൽ തന്നെ കവിതയ്ക്ക് മാത്രമായി നടത്തുന്ന ഏറ്റവും വലിയ ഒരു പോയട്രി ഫെസ്റ്റിവലാണ് ഈ കവിതയുടെ കാർണിവൽ എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് നമ്മൾ ഇത്രയും വർഷം അത് നടത്തിയിരുന്നു. മറ്റ് ലിറ്റററി ഫെസ്റ്റിവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു പ്രമേയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാർണിവൽ നടത്താറുള്ളത്. ഈ വർഷത്തെ കവിതയുടെ കാർണിവലിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കവിതയുടെ ഭൂപടങ്ങൾ എന്ന് പറയുന്ന പ്രമേയത്തിലാണ് നമ്മൾ ഇത്തവണ കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ഈ കാർണിവലിനകത്ത് 6 വേദികളിലായിട്ട് 3 ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് 200ഓളം എഴുത്തുകാരും കലാകാരന്മാരുമാണ് പങ്കെടുക്കുന്നത്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് 2000ഓളം പ്രതിനിധികളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ വർഷവും 200ഓളം കവികളും കലാകാരന്മാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. 200ഓളം പേരെയാണ് നമ്മൾ ഇൻവൈറ്റീസ് ആയിട്ട് ഇതിനകത്ത് വിളിച്ചിട്ടുള്ളത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കവിതാ കാർണിവൽ നടത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.